യുവമനസ്സുകളുടെ വിധിയെഴുത്ത് അനുകൂലമാക്കാനുള്ള നീക്കം സജീവമാക്കിയാണ് മൂന്ന് മുന്നണികളുടെയും തെരഞ്ഞെടുപ്പ് പ്രചരണം പുരോഗമിക്കുന്നത്. 2021 വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ പ്രധാനമായും യുവാക്കൾക്കിടയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്നുള്ള പ്രവർത്തനത്തിനാണ് LDFും UDFും NDAയും മുൻതൂക്കം നൽകുന്നത്. കൃത്യമായ രാഷ്ട്രീയ നിലപാടുകളുള്ള മുതിർന്ന വോട്ടർമാർ തീരുമാനമെടുത്തിട്ടുണ്ടാകുമെന്നും ഭരണമുന്നണിയുടെ നേട്ടങ്ങളും കോട്ടങ്ങളും വിലയിരുത്തി ആരെ തെരഞ്ഞെടുക്കണമെന്ന തീരുമാനത്തിലേക്ക് യുവാക്കളെ എത്തിക്കണമെന്നുമുള്ള കണക്കുകൂട്ടലിൽ വികസന നേട്ടങ്ങൾ വിവരിച്ച് LDFും ഭരണവിരുദ്ധ വികാരമുയർത്താനുള്ള പോയിന്റുകൾ ഉയർത്തി UDFും കേന്ദ്ര സർക്കാരിന്റെ യുവജനക്ഷേമ നയങ്ങൾ എണ്ണിപ്പറഞ്ഞ് NDAയും രംഗത്തുണ്ട്. ഇത്തവണ കേരളത്തിൽ ഏകദേശം 4.25 ലക്ഷം കന്നി വോട്ടർമാർ ഉണ്ടെന്നത് രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന ഘടകമാണ്. ഇവരെ സ്വാധീനിക്കാൻ കഴിയുന്നതിലൂടെ അവരുടെ കുടുംബങ്ങളിലെയും മറ്റ് വോട്ടർമാരിലെയും സ്വാധീനവും വർദ്ധിപ്പിക്കാമെന്നാണ് മുന്നണികളുടെ കണക്കുകൂട്ടൽ. പരമ്പരാഗത പ്രചരണ രീതികളായ ചുവരെഴുത്ത്, പോസ്റ്റർ, ലഘുലേഖ എന്നിവയ്ക്ക് പുറമെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ റീലുകൾ, ഷോർട്ട് വീഡിയോകൾ, ഇൻഫ്ലുവൻസർ ക്യാമ്പയിനുകൾ തുടങ്ങിയവ ഉപയോഗിച്ച് യുവാക്കളിലേക്ക് എത്താനുള്ള ശ്രമം ശക്തമാകുന്നു. കഴിഞ്ഞ ഒരു ദശാബ്ദക്കാലമായി നടപ്പാക്കിയ വികസന ജനക്ഷേമ പദ്ധതികൾ യുവജനങ്ങളെ തങ്ങളുടെ പക്ഷത്തേക്ക് ആകർഷിക്കുമെന്ന് LDF പ്രതീക്ഷിക്കുന്നു. എന്നാൽ തൊഴിലില്ലായ്മ, ഉയർന്ന വിദ്യാഭ്യാസ ചെലവ്, വിദേശത്തേക്കുള്ള കുടിയേറ്റ പ്രവണത തുടങ്ങിയ വിഷയങ്ങളിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് UDFും NDAയും ആരോപിക്കുന്നത്. ജോലി ലഭ്യതയും ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുക എന്നത് യുവാക്കളുടെ പ്രധാന ആവശ്യമായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ഈ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ പ്രധാന സ്ഥാനമെടുക്കുന്നു. 2021 തെരഞ്ഞെടുപ്പ് കണക്കുകൾ പരിശോധിക്കുമ്പോൾ LDF 45.4% വോട്ട് വിഹിതവും UDF 39.5%, NDA 12.4%, മറ്റു കക്ഷികൾ 2.7% നേടിയിരുന്നു. സീറ്റ് വിഹിതത്തിൽ LDF 70.7% നേടി മുന്നിലെത്തിയപ്പോൾ UDF 29.3% ഒതുങ്ങി. വോട്ട് വിഹിതത്തിലും സീറ്റ് വിഹിതത്തിലും ഉണ്ടായ വ്യത്യാസം UDFന് വലിയ തിരിച്ചടിയായിരുന്നു. ഈ സാഹചര്യത്തിൽ പുതിയ വോട്ടർമാരുടെ പിന്തുണ നേടി ഈ കുറവ് നികത്താനാണ് UDF ശ്രമിക്കുന്നത്. യുവജനങ്ങളിൽ രാഷ്ട്രീയ ബോധം വർദ്ധിച്ചു വരുന്നുവെന്നതും ശ്രദ്ധേയമാണ്. മുൻ തലമുറകളെ അപേക്ഷിച്ച് പാർട്ടി വിശ്വാസം മാത്രമല്ല, നേതാക്കളുടെ വ്യക്തിത്വം, വിശ്വാസ്യത, പ്രവർത്തന ഫലം എന്നിവ വിലയിരുത്തിയാണ് ഇന്നത്തെ യുവാക്കൾ വോട്ട് ചെയ്യുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളിൽ മാറ്റം വരുത്താൻ മുന്നണികളെ നിർബന്ധിതരാക്കുന്നു. അതേസമയം യുവാക്കൾ നേരിടുന്ന മാനസിക സമ്മർദ്ദം, ഒറ്റപ്പെടൽ, തൊഴിൽ അനിശ്ചിതത്വം തുടങ്ങിയ വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ വേണ്ടത്ര പരിഗണിക്കപ്പെടുന്നില്ല എന്ന വിമർശനവും ഉയരുന്നുണ്ട്. സർവേകൾ പ്രകാരം ഈ വിഷയങ്ങൾ രാഷ്ട്രീയ പാർട്ടികൾ ഗൗരവമായി കൈകാര്യം ചെയ്യണമെന്ന് പുതുതലമുറ ആവശ്യപ്പെടുന്നു. 2021 വോട്ടിംഗ് കണക്കുകൾ പ്രകാരം CPM 52,88,507 വോട്ടുകളും കോൺഗ്രസ് 52,33,364 വോട്ടുകളും നേടിയപ്പോൾ CPI, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് M, കേരള കോൺഗ്രസ് J തുടങ്ങിയ കക്ഷികളും ഗണ്യമായ വോട്ട് വിഹിതം സ്വന്തമാക്കി. ഈ കണക്കുകളിൽ ചെറിയ മാറ്റം പോലും തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ കഴിയുന്നതിനാൽ യുവജനങ്ങളുടെ പിന്തുണ നിർണായകമാകുമെന്ന് എല്ലാ മുന്നണികളും വിലയിരുത്തുന്നു. അങ്ങനെ പൊതുവിൽ ഈ തെരഞ്ഞെടുപ്പിൽ യുവ വോട്ടർമാരുടെ നിലപാട് തന്നെ അന്തിമ ഫലത്തെ നിർണയിക്കാനിടയുണ്ടെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്. അവരുടെ പ്രതീക്ഷകളും ആശങ്കകളും ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന മുന്നണിക്കാകും മുൻതൂക്കം ലഭിക്കാൻ സാധ്യത. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.